ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കരുനാഗപ്പള്ളി വരാൻ പോകാം. കരുനാഗപ്പള്ളി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കരുനാഗപ്പള്ളി വ്ലോഗാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്ലോഗൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു വീഡിയോ. ഇന്ന് നമ്മൾ നമ്മുടെ അവിടെയുള്ള ബസ് സ്റ്റോപ്പിൽ നിൽക്കുമായിരുന്നു, ബസ്സിനകത്ത് നിൽക്കുകയാണ്. ആ സമയമാണ്, വൈകുന്നേരമാണ് ഞങ്ങൾ പോയത്. അപ്പോൾ കുറേ സ്കൂൾ ബസ്സൊക്കെ ഉണ്ടായിരുന്നു. ഈ ശാന്തന കേന്ദ്രം എവിടെയായിരുന്നു ഞാൻ വീട്ടിലൊക്കെ പഠിച്ചത്. സ്കൂൾ കുട്ടികളൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെ നിൽക്കുകയാണ് ബസ്സിനകത്ത്. കുറച്ച് നേരമായിരുന്നു നിൽക്കുന്നത്. അപ്പോൾ ഇതാ വരുന്നു നമ്മുടെ അസിൻ വന്നിട്ടുണ്ട്. അസിനകത്തായിരുന്നു നമ്മുടെ യാത്ര. ഇതിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വെളുത്തമള്ളിക്കൂടാണ്. കുറേ നാളായി ഇതിലേക്കൂട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ അസിനകത്ത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കരുനാഗപ്പള്ളിയിലോട്ട്. ഇതിപ്പോൾ വെളുത്തമണൽ. നല്ല രസമാണ് ഈ സൈഡ് സീറ്റിലിരുന്ന് ഈ കാഴ്ചയൊക്കെ കണ്ടു പോകാൻ വേണ്ടിയിട്ട്. ബേക്കറിയും കാര്യങ്ങളൊക്കെ കണ്ടു. നിങ്ങൾക്ക് ഏത് ലേസാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് പൊതുവെ സ്പൈസി ലേസിനെക്കാട്ടി കുറച്ച് ചീസി ഫ്ലേവർ അല്ലെങ്കിൽ സാൾട്ടി ഫ്ലേവറൊക്കെയാണ് ഇഷ്ടം. ഇതിപ്പോൾ ഇടക്കുളങ്ങരയാണ്. ഇടക്കുളങ്ങര റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്. കുറേ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴും ഇവിടെ വണ്ടികളും കാര്യങ്ങളൊക്കെ കാണും. റോഡ് നിറച്ച് കാണും. അങ്ങനെയാണ്. ഇതിപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് പോവാണ്. അപ്പോൾ നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒരു കട എടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കരുനാഗപ്പള്ളി നമ്മളെത്തി. കരുനാഗപ്പള്ളി KSRTC സ്റ്റാൻഡിൻ്റെ അടുത്താണ് നമ്മൾ നിർത്തിയത് ബസ്. അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കരുനാഗപ്പള്ളി എത്തി. അപ്പം വെളുത്തമണൽ വഴിയായിരുന്നു നമ്മൾ വന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാഴ്ചയൊക്കെ കാണാൻ. എനിക്ക് പൊതുവെ ഈ ബസ്സിലിരുന്നാൽ യാത്ര ചെയ്താൽ സൈഡ് സീറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് സൈഡ് സീറ്റ് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ നല്ല രസമാണ്. പിന്നെ അവിടെ ഒരു കട ഉണ്ടായിരുന്നു. ആ കടയിൽ കുറേ ലേസ് പാക്കറ്റും ഒക്കെ ഇങ്ങനെ നിന്നു. എനിക്ക് പച്ച ലേസ്, അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചൊരു ലേസ് അത് കഴിച്ചാൽ കൊള്ളാമെന്ന്. എനിക്ക് പച്ച ലേസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം നമ്മൾ കരുനാഗപ്പള്ളി പോകാനൊരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. അവിടെ ഒരു ക്യാമറ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്, ഡിസൈനിങ് സ്ഥലത്താണ് നമ്മൾ പോയത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ സൈഡ് യാത്രയൊക്കെ ഇങ്ങനെ കണ്ടുവരായിരുന്നു. ഇടക്കുളങ്ങര റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഒക്കെ ഇങ്ങനെ കണ്ടുവരായിരുന്നു. നിങ്ങൾ എത്ര പേര് കരുനാഗപ്പള്ളിക്കാരാണെന്ന് കമൻറ്റ് ചെയ്യണേ. അതാണ് ആർക്കൊക്കെ ഏത് കളർ ലേസാണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ആർക്കൊക്കെ പച്ച ലേസ് ഇഷ്ടമാണെന്നുള്ളത് പച്ച ഷർട്ട് ഇട്ടാൽ കൊള്ളാം. പിന്നെ യെസ് ഭാരതാണ് കാണുന്നത്. യെസ് ഭാരതിൽ പണി നടക്കുകയാണ് ഇപ്പോൾ. കുറച്ച് നല്ല വിപുലീകരിക്കുകയൊക്കെയാണ് നമുക്ക് വേണ്ടി. അപ്പോൾ ഇത് കാണുന്നത് നമ്മൾ ആ ഒരു ഡിസൈനിങ് സ്ഥലത്ത് നിന്ന് ഇറങ്ങി നമ്മൾ നടന്നാണ് പോയത്. കാരണം ഇവിടെ ഭയങ്കര പണിയൊക്കെ നടക്കുകയാണ്. കുറേ നാളായി ഈ പണി തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി വൈകുന്നേരമാണ് പോയതെങ്കിൽ പോലും നല്ല വെയിലുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ പൊടി ഒരു അൺസഹിക്കബിൾ പൊടിയായിരുന്നു. ഇവിടെ ഒരു ഐ ലവ് കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം കണ്ടു. അതൊരു റെസ്റ്റോറൻറ്റിലെ ഫ്രണ്ടിലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ എടുത്തില്ല. ഉണ്ട് കുറേ ഭരണിയൊക്കെ. എനിക്ക് ഭരണിയിലൊക്കെ അച്ചാറിട്ട് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? പിന്നെ ഈ സ്ഥലമൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. കാരണം പണ്ട് കുറേ നാളായി ഞാൻ വന്നിട്ട് ആക്ച്വലി. അതുകൊണ്ട് തന്നെ ഈ പണി നടക്കുന്നതുകൊണ്ട് സ്ഥലമൊക്കെ മൊത്തത്തിൽ മാറിയതുപോലെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മളൊരു സ്ഥലത്തോട്ട് പോവാണ്. ബ്യൂട്ടി പാർലറിൽ നിന്ന് കയറാൻ പോയതാണ്. പിന്നെ നമുക്ക് ചെരുപ്പടയിലൊന്ന് പോകണമായിരുന്നു. നേരത്തെ എടുത്ത ചെരുപ്പ് ഒന്ന് മാറ്റി വാങ്ങണമായിരുന്നു. അങ്ങനെ ഈ കടയിൽ ചെന്നപ്പോൾ ഇവിടെ മൊത്തം ഹീലിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഹീൽ ചെരുപ്പിൻ്റെ നല്ല രീതിയിലുള്ള നമ്മൾ പാർട്ടി വെയറൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെയുള്ള പാർട്ടി വെയറിന് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ട്. പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. ഇതൊരൊറ്റ പീസേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ എടുത്തില്ല. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു, പക്ഷേ ഞാൻ എടുത്തില്ല. എനിക്ക് വേറെ ഒരു ചപ്പൽ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഇത് എടുത്തില്ല. പിന്നെ ഇങ്ങനെ നമ്മൾ ആ മാർക്കറ്റിങ്ങിൻ്റെ അടുത്തോടെ പോവുകയാണ്. പിന്നെ അമ്മച്ചാക്കിയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ തിരിച്ച് വരാൻ വേണ്ടി KSRTC സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്നു. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങോട്ടൊരു ബസ് ഇവിടെ നിന്ന് എടുക്കുക. കാരണം ഭയങ്കര വെയിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഇരുന്ന് വെയിറ്റ് ചെയ്ത് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു വരുന്നേ ഉള്ളൂ, ബസ് എത്തിയിട്ടില്ല. അപ്പം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തു. പിന്നെ ഇത് അവിടെ നിന്ന് വാങ്ങിയതായിരുന്നു. എനിക്ക് പൊതുവേ ഞാൻ കുർക്കുറെ ഫാനല്ല, എങ്കിലും ഞാൻ പൊതുവേ ലേസ് ബിങ്കോ ഫാനാണ്. പക്ഷേ കുർക്കുറയുടെ ഈ ഒരു പാക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അന്ന് വാങ്ങിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് ഒന്നുകൂടി വന്നപ്പോൾ കണ്ടപ്പോൾ അങ്ങ് വാങ്ങിയതാണ്. സത്യം പറഞ്ഞാൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ചീസി ഫ്ലേവർ എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്. ലേസിലാണെങ്കിലും ഒരു ഭയങ്കര എരിയുള്ളതൊന്നും എനിക്കിഷ്ടമില്ല. ഫുള്ളുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കത് ഫുള്ള് തീർത്തു. നല്ലൊരു ക്രീമി ടേസ്റ്റായിരുന്നു ഇതിനുണ്ടായിരുന്നത്. ചീസി ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അങ്ങനെ ഇതൊക്കെ കഴിച്ചു. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ കരുനാഗപ്പള്ളി വ്ളോഗ് എന്ന് പറഞ്ഞ വ്ളോഗൊന്നുമല്ല, ജസ്റ്റ് ഒരു വീഡിയോ. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ആ കവർ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഗായ്സ് ബൈ ബൈ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.